പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. സ്വദേശിവൽക്കരണം കടുപ്പിച്ചിരിക്കുന്ന കുവൈറ്റ് കടുത്ത തീരുമാനങ്ങളാണ് കൈക്കൊണ്ടുവരുന്നത്. ഇതിനോടകം തന്നെ പല വിധത്തിലുള്ള കർശന പരിശോധനകളും നടന്നു വരുന്നുണ്ട്. ഇപ്പോഴത്തെ പ്രവാസികൾക്ക് ലൈസൻസ് അനുവദിച്ചപ്പോഴുള്ള മാനദണ്ഡം നിലനിൽക്കുന്നുണ്ടോ എന്ന് ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി രാജ്യത്ത് കർശന പരിശോധന തുടരുകയാണ്. ക്രമക്കേടുകൾ കണ്ടെത്തിയതിനെ തുടർന്ന് ഇതിനകം 10,000-ലധികം പേരുടെ ഡ്രൈവിംഗ് ലൈസൻസ് റദ്ദാക്കിയിട്ടുണ്ട്. ഒക്ടോബർ അവസാന വാരത്തിൽ മാത്രം 18,991 ലൈസൻസ് പരിശോധിക്കുകയും 69 എണ്ണം റദ്ദാക്കുകയും ചെയ്തു. ഡ്രൈവിംഗ് ലൈസൻസ് നേടിയ ശേഷം ജോലി ചെയ്യുന്ന തസ്തികകളിൽ മാറ്റം വന്നവരുടെയും ശമ്പളത്തിൽ കുറവ് വന്നവരുടെയും ലൈസൻസുകളാണ് ആഭ്യന്തര മന്ത്രാലയം പരിശോധിക്കുന്നത്. ഇതിനായി വ്യക്തികൾ ലൈസൻസ് ട്രാഫിക് അധികൃതർക്ക് കൈമാറണം. ഇല്ലെങ്കിൽ മൊബൈൽ ID, സഹേൽ എന്നീ ആപ്ലിക്കേഷൻ വഴി ലൈസൻസുകൾ പിൻവലിക്കുന്നതായിരിക്കും. ലൈസൻസ് റദ്ദാക്കിയിട്ടും വാഹനം ഓടിക്കുന്നതിനായി കണ്ടെത്തിയാൽ നാടുകടത്തുമെന്നും മുന്നറിയിപ്പുണ്ട്. ഡിസംബർ അവസാനത്തോടെ പ്രവാസികളുടെ ലൈസൻസുകൾ പരിശോധിക്കുന്നത് പൂർത്തിയാക്കാനാണ് നീക്കം. കുറഞ്ഞ ശമ്പളത്തിന് ജോലി ചെയ്യുന്ന മലയാളികൾ അടക്കമുള്ളവർക്ക് പുതിയ നിബന്ധന പ്രയാസം സൃഷ്ടിക്കും. അതേസമയം പുതിയ ഡ്രൈവിംഗ് ലൈസൻസ് അനുവദിക്കുന്നതിലും കർശന നിബന്ധനകൾ കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് ആഭ്യന്തര മന്ത്രാലയം. ഗതാഗതക്കുരുക്ക് പ്രതിസന്ധി പരിഹരിക്കലും പ്രധാന വിഷയമായി തീർന്നിട്ടുണ്ട്. അതേസമയം കഴിഞ്ഞ ദിവസം അനധികൃതമായ രാജ്യത്ത് താമസിക്കുന്നവർക്കും നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർക്കുമായി കുവൈറ്റിൽ നടക്കുന്ന പരിശോധനകൾ തുടർന്നു വന്നിരുന്നു. ഒക്ടോബർ 22 മുതൽ 28 വരെ സുരക്ഷാ വിഭാഗങ്ങൾ നടത്തിയ പരിശോധനയിൽ നിന്ന് മാത്രം ആയിരക്കണക്കിന് പ്രവാസികളാണ് അറസ്റ്റിലായത്. പൊതുസുരക്ഷാ വിഭാഗം, മയക്കുമരുന്ന്, മദ്യം എന്നിവയുടെ ഉപയോഗം, അവ കൈവശം വയ്ക്കൽ എന്നിവയുമായി ബന്ധപ്പെട്ട് 773 പേർ അറസ്റ്റിലായിട്ടുണ്ട്. ഇവരെ ഡ്രഗ് കൺട്രോൾ ജനറൽ അഡ്മിനിസ്ട്രേഷനിലേക്ക് റഫർ ചെയ്തതായി അധികൃതർ അറിയിച്ചു. 644 ചെക്ക് പോസ്റ്റുകൾ നടത്തിയ പരിശോധനകളിൽ 11 ക്രിമിനൽ പ്രതികളെയും ഒളിവിൽ പോയതായി കണക്കാക്കപ്പെട്ട 57 പേരെയും താമസ നിയമങ്ങൾ ലംഘിച്ച് രാജ്യത്ത് തങ്ങുന്ന 77 പേരെയും അധികൃതർ പിടികൂടി. ഒരാഴ്ചയ്ക്കുള്ളിൽ 1014 ട്രാഫിക് അപകടങ്ങളാണ് രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ഇതിനിടെ ജനറൽ ട്രാഫിക് ഡിപ്പാർട്ട്മെന്റ് ഒരാഴ്ചയ്ക്കിടയിൽ പ്രവാസികളുടെ 18,991 ഡ്രൈവിംഗ് ലൈസൻസുകൾ പരിശോധിച്ചത് 69 ലൈസൻസുകൾ അനധികൃതമാണെന്ന് കണ്ടെത്തി റദ്ദാക്കിയതായും കണക്കുകൾ വ്യക്തമാക്കി. ഇതിനിടെ അബു ഖലീഫ മേഖലയിൽ മസാജ് സെന്ററിന്റെ മറവിൽ അനാശാസ്യ പ്രവർത്തനങ്ങൾ നടത്തിയ കേസിൽ 16 സ്ത്രീകൾ അറസ്റ്റിലായി. 15 സ്ത്രീകളെ മസാജ് പാർലറിൽ നിന്ന് മറ്റൊരാളെ അൽ മുബാറക്കയിൽ നിന്നുമാണ് പിടികൂടിയതെന്ന് പ്രാദേശിക അറബിക് ദിനപത്രം റിപ്പോർട്ട് ചെയ്തു. അൽ മുബാറക്കയിൽ നിന്നും പിടികൂടിയത് കഴിഞ്ഞ 11 വർഷമായി ഒളിവിൽ കഴിയുന്ന അനധികൃതമായി താമസക്കാരിയാണ്. മസാജിന്റെ പേരിൽ സ്ഥാപനത്തിനുള്ളിൽ നിയമവിരുദ്ധ പ്രവർത്തനം നടക്കുന്നതായി പോലീസ് ഏജന്റ് റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്നായിരുന്നു ഇവിടെ റെയ്ഡ് നടത്തിയത്. പിടിയിലായവരെ നിയമ നടപടിക്ക് ശേഷം പുറത്താക്കും. വിവിധ തരത്തിലുള്ള ലംഘനങ്ങൾ നടത്തിയതിന് 367 പുരുഷന്മാരെ 480 സ്ത്രീകളും ഉൾപ്പെടുകയാണ്. 776 പ്രവാസികളെ നാടുകടത്തിയത്. ഫർവാനിയ ഗവർണറേറ്റിലെ നിരവധി പ്രദേശങ്ങളിൽ നടത്തിയ പരിശോധനയിൽ താമസ തൊഴിൽ നിയമങ്ങൾ ലംഘിച്ച 40 പേരെ അറസ്റ്റ് ചെയ്തു. പിടിയിലായവർ വിവിധ രാജ്യക്കാരാണ്. ഫർവാനിയ മേഖലയിൽ 19 പേരും, ഖൈത്താൻ മേഖലയിൽ 12 പേരും, അൽ സഖ്ര മേഖലയിൽ 7 പേരും അറസ്റ്റിലായതായി സുരക്ഷാ മാധ്യമ വിഭാഗം അറിയിച്ചു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.